അതെ, സ്ത്രീ എന്ന് വെച്ചാൽ ധനമാണ്. സ്ത്രീ തന്നെയാണ് ധനം. അപ്പോൾ ഒരു നല്ല പെൺകുട്ടിയെ, ഈശ്വരഭക്തിയുള്ളൊരു പെൺകുട്ടിയെ നിങ്ങൾ അവരുടെ അപ്പനും അമ്മയ്ക്കും ഇത്രയും നാൾ പഠിപ്പിച്ച് തന്ന ആ അപ്പനും അമ്മയ്ക്കും ഗിഫ്റ്റൊക്കെ കൊടുത്ത് നിങ്ങൾ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുമോ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭവനം അനുഗ്രഹമാകും. നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ പിറക്കും. ഇതാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചു തന്ന നീതി. അതുപോലെ തന്നെ കബ്ബയിൽ 360ഓളം വിഗ്രഹങ്ങളെ അവർ പ്രാർത്ഥിച്ചു. ഈ വിഗ്രഹങ്ങളെല്ലാം തുടച്ചു നീക്കി ഏകദൈവ വിശ്വാസം എന്നത് ആ സമുദായത്തെ പഠിപ്പിച്ചു. അങ്ങനെ ആ നാട്ടിൽ സമാധാനം വരുത്തി. ഒരു ഡെഡ് ബോഡി കണ്ടാൽ ആ ഡെഡ് ബോഡീനെ ബഹുമാനിക്കണം എന്നുകൂടി പ്രവാചകൻ പഠിപ്പിച്ചു. കാരണം എല്ലാവരും തുല്യ മനുഷ്യരാണ്. 23 വർഷങ്ങൾ കൊണ്ടാണ് ഖുർആൻ എന്ന വിലയേറിയ വചനങ്ങൾ മുഹമ്മദ് നബിയുടെ നാവിൽ നിക്ഷേപിച്ചതും അത് ഇന്ന് ലോകം ശ്രവിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ യുക്തിക്കും നിങ്ങളുടെ ബുദ്ധിയിലും നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. മനുഷ്യരെ ശരിയിലേക്ക് നയിക്കാൻ വേണ്ടി അല്ലാഹു 1,00,000-ലധികം പ്രവാചകന്മാരെ ഈ ഭൂമിയിൽ അയക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ തന്നെ അത് ബുദ്ധി ഉപയോഗിച്ച് എന്താണ് ശരി എന്ന് മനസ്സിലാക്കുക.